നിഹു ആരാ നോക്കി? അമേരിക്കയിലെ മാമൻ. മാമ എന്താ കയ്യില് ഡ്രില്ലൊക്കെ ആയിട്ട്? ഇവിടെ ചെറിയ പണിയിലായിരുന്നു. ഞാൻ വീട്ടിനകത്തൊരു ക്യാമറ ഫിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ശ്രദ്ധിക്കണം, മൈക്കാതെ എഴുതി വായി വെച്ചേക്കരുത്, പല്ലടിച്ചെറിച്ചു പോകും കേട്ടോ. മാമൻ വെറുതെ വിളിച്ചതാ? അല്ല, കാര്യമുണ്ട്. നമ്മുടെ പുതിയ വീടിന്റെ പാല് കാച്ച എല്ലാരും വേണം. ഞങ്ങൾ എല്ലാരും കൂടെ അടുത്ത ആഴ്ച നാട്ടിലേക്ക് വരിക. അയ്യോ പോയാ? ഓ, ഇവന് എപ്പ വിളിച്ചാലും ഇങ്ങനെ ഡാമിറ്റ്. ഇനി ഇവിടെ ഉള്ള ബാധയൊന്നും പോരാഞ്ഞിട്ടായിരിക്കും ഫ്ലൈറ്റും പിടിച്ചു വരുന്നത്. ഇത്രയ്ക്ക് പാടുപെടണോ? അങ്ങോട്ട് ചെന്നാ നേരിട്ടങ്ങ് കാണാലോ. ലാലുവിന് നല്ല പേടിയുണ്ടല്ലേ? ഇതൊക്കെയാണ് അതിന്റെ ഒരു രീതി. ഓ ശരി. നീ ആ ഡോർ ലോക്ക് ചെയ്തേ? ഓ, ഇന്നലെ വാങ്ങിച്ച പീച്ച ഒരു പീസ് ആകെ ഞാൻ കഴിച്ചത്. കേക്കിന്റെ കാര്യത്തിൽ ഞാൻ നിന്നെ വെറുതെ സംശയിച്ചു. കോഴിക്കേസിൽ ഞാൻ ലാലുവിനെ ഗ്രിൽഡ് ചിക്കൻ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഫ്രിഡ്ജ് പൂട്ടി താക്കോലെടുക്കണം. കൊള്ളാം, സബാഷ്. എടേ, ഇതിനെ എങ്ങനെ ഓടിക്കുമെന്ന്? അതിനൊരു വഴിയുണ്ട്. എന്താ ഫ്ലാറ്റ് മാറിയ എന്റെ തന്നെയാണല്ലോ. അതിന്റെ കെട്ടിയോനാ. ഓ സോറി. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഓ, ഡബിളാ. അതെ, ഒന്നും പേടിക്കാനില്ല. ആ വന്നിരിക്കുന്നവരൊക്കെ പാരാസൈക്കിക്സാ.
എടി നീ എന്തിനാടി കണ്ണി കണ്ട സൈക്കോകളൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റിയേ? ഓ സൈക്കോകളല്ല, സൈക്കിക്സ്. ആ ക്ലോക്കിന്റെ ശല്യം ഇതോടെ തീരും. അതിനൊരു ഹോമം നടത്തിയ പോലെ. ഓ യവന്മാരിത് എന്തറിഞ്ഞിട്ടാ? ആ സാധനത്തിന് പിടിക്കണമെങ്കിൽ ഒരു നല്ല ബിരിയാണി വാങ്ങിച്ച് ടേബിളിൽ വെച്ചാൽ മതി. മിണ്ടായിരിക്കും. എന്തോ ശിശു, ആ കാപ്രെ വിളിച്ചൊരു ഹോമം നടത്തിയ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ചുമ്മാ. സുഹൃത്തെ, കാപ്രയൊക്കെ എന്നേ ഔട്ട്ഡേറ്റഡ് ആയി. ഇപ്പൊ തേണ്ടി ഇവനാണ് ഗോപ്രോ. ശാസ്ത്രമാണിത്. അപ്പൊ പുറകെ ഒരുപോലെ നിൽക്കുന്ന രണ്ടുപേരോ? അത് ശാസ്ത്രമായിരിക്കും. ശാസ്ത്രമല്ല, ചിറ്റപ്പന്റെ മക്കളാ, ഇരട്ടകളാ. ഇവരെ കൊണ്ടതിൽ ഇവൻ പിണങ്ങും. അവരെ രണ്ടുപേരോട് കൊണ്ടുവന്നു. നന്നായി. അല്ല, സത്യത്തിൽ എന്താണ് ഇവിടുത്തെ ഒരു പ്രശ്നം? എന്താണ് പറയാം. നിങ്ങൾ ദോ ഇരിക്കുന്ന ആ സാധനം കണ്ടോ? ആ, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് നിങ്ങളുടെ ഭാര്യയല്ലേ? അതിന് ശാസ്ത്രത്തിനൊന്നും ചെയ്യാനില്ല. ശാസ്ത്രം മുട്ട് മുടക്കുന്നു. അയ്യോ അതല്ല, ആ ക്ലോക്ക്. എന്നാ മുട്ട് താഴ്ത്തി. 12 ആവുമ്പോ മണി അടിക്കും. അടിക്കണം. അതിനാണല്ലോ നിങ്ങളിത് മേടിച്ചത്. അത് മാത്രമല്ല, ഫ്രിഡ്ജിനുള്ളിൽ കയറി ആഹാര സാധനങ്ങൾ മുഴുവൻ തിന്നു തീർക്കും. ഫ്രിഡ്ജിനുള്ളിൽ കയറും. ആ. അപ്പോൾ ഇതൊരു സാധാരണ കേസല്ല. ഇതൊരു കോൾഡ് കേസാണ്. അല്ല, ഇപ്പൊ എന്താ ഇതിനൊരു സൊല്യൂഷൻ? സൊല്യൂഷനോ? ഞാൻ ഇതൊക്കെ ആയിട്ട് വന്നപ്പോൾ നിങ്ങൾ എന്ത് വിചാരിച്ചു? ഞാൻ ട്രാക്ക് ഗാനമേളയ്ക്ക് വന്നതാണ്. ശാസ്ത്രമാണിത്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. നാട്ടുച്ചയ്ക്ക് നൈറ്റ് വിഷൻ ഗൂഗിൾസ്. ചിറ്റപ്പന്റെ മോനായി പോയി. ചിറ്റപ്പന്റെ ഒരെണ്ണമെങ്കിലും ഉണ്ടല്ലോ ഗുണമുള്ളത്. ദൈവമേ, വർക്കായടാ. അയ്യോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. താൻ മുമ്പോട്ട് ഓടോ. സാറ് എളുപ്പം ഈസി ആയത്. താനല്ലേ ശാസ്ത്രജ്ഞൻ, മുമ്പോട്ട് ഓടോ. ശാസ്ത്രം തോറ്റുപോയി സാർ. ചലിക്കാതെ മുമ്പോട്ട് ഓടോ. എന്നോട് കളിക്കരുത്. ഞാൻ കോളേജിൽ ഷോർട്ട് പുട്ടിലൊക്കെ ഉള്ളതാ. എനിക്ക് ഭയങ്കര ഉന്നോ. മരിക്കാൻ വരെ ഞാൻ തയ്യാറാ. കിടക്കുന്നു. ആദ്യമായിട്ടാ ഇങ്ങനെ. എങ്ങനെ? ബോധം പോകുന്നതോ? അല്ല, ബാധ വരുന്നത്. ബോധം ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. നിഹു, നിനക്ക് പേടിയുണ്ടോ? ഇല്ല. ലാലുനോ? ഛേ, അയ്യേ. അപ്പൊ പിന്നെ ഇതെന്താ? അയ്യോ, അതോടെ ഇരുന്നോട്ട്. എടേ, നമുക്ക് ഈ ഫ്ലാറ്റ് വിറ്റിട്ടെ വേറെ മാറിയാലോ? അതിലും എളുപ്പം ആ ക്ലോക്ക് വിൽക്കുന്നതല്ലേ? ആ, അത് നമുക്ക് സെറ്റാക്കാം. എടി, നീ ഇതെങ്ങോട്ട് പോണു? ചെന്ന് നോക്കട്ടെ എന്താന്ന്. എടി, ആ മൈക്ക് സെറ്റും പിടിച്ച് വന്നവ ഇപ്പോഴും ആശുപത്രിയില്ല. അവന് ബോധം വീണിട്ടില്ല. അപ്പോഴാ വിളിച്ച നോക്കാൻ പോന്ന്. കിടന്ന് മോങ്ങാതെ അങ്ങോട്ട് വരുന്നുണ്ടോ? ഓ,
കിട്ടിയപ്പോ കിച്ചണിൽ കയറി കേട്ടാ. ലാലു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ കിച്ചൺ അലമ്പാക്കിയാലുണ്ടല്ലോ, ആ സാധനത്തിന് വെട്ടി പീസാക്കി ഞാൻ അടുപ്പത്ത് വെക്കാൻ പറഞ്ഞേക്കാം. എന്തിന്? ആ ഫ്രിഡ്ജ് തുറന്നുകൊടുത്ത തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നീ ഒന്ന് സമാധാനപ്പെട്. 2 ദിവസത്തിനുള്ളിൽ ആരെങ്കിലും വരും. പിന്നെ വരും. അതിന് ലാലുവിനെ പോലെ വെളിവില്ലാത്തവരാരും ഇരിക്കല്ലേ. What a exquisite piece. How old is this? കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടാ, എന്നാലും ഒരു 100-150 വർഷം പഴക്കം കാണും അല്ലേ? Wow, it's piece of a history. കറക്റ്റ്. നീ ഇതെവിടുന്നാ വാങ്ങിച്ചേ? ഞാന് പ്രൈസ്ലെസ് ആന്റിക്സ്. പക്ഷെ സോറി മാമ, ഇത് ലാസ്റ്റ് പീസായിരുന്നു. Oh, damn it. ആ അത് തന്നെ. നമ്മള് ബെഡ്റൂമിലേക്ക് ഒരെണ്ണം കൂടെ നോക്കിയതാ, കിട്ടണ്ടേ അല്ലേ? പുതിയ വീട്ടിലേക്ക് ഞാൻ ഓർന്ന് നോക്കി കിടക്കരുത്. കിട്ടാൻ വലിയ പാടാ. കിട്ടാൻ പാടാ, പക്ഷെ കിട്ടിക്കഴിഞ്ഞുണ്ടല്ലോ നമ്മൾ പെടും. അങ്ങനെയല്ല, ഇതിന്റെ മെയിൻ്റനൻസ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓ അങ്ങനെ. That I can manage it. പക്ഷെ ഐറ്റം കിട്ടണ്ടേ. പിന്നെ നിന്റെ പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു? പറയൂ. നന്നായി പോകുന്നു മാമ. മാമനിപ്പോ പണിക്കൊക്കെ പോകാറുണ്ട് ഇടയ്ക്കൊക്കെ ടൈം കിട്ടുമ്പോ. പിന്നെ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടോ? അതോ ഈ ചാനലിൽ പോയി മാർക്കറ്റിലാണോ പരിപാടി? വേണമെങ്കിൽ 2 ഷോ ഞാൻ അമേരിക്ക സെറ്റാക്കാം. ഓ വേണ്ട, നല്ല കാശ് വാങ്ങിച്ചു തരാം. അല്ല വേണ്ടാത്തോണ്ട്. ഓക്കെ, ആസ് യൂഷ്വൽ. അതെ, വളവളാന്ന് പറഞ്ഞോണ്ടിരിക്കാതെ വന്ന കാര്യം പറ. വന്നത് നമ്മുടെ ഹൗസ് വാമിംഗ് വിളിക്കാനാണ്. 2 പേരും വരണം, വന്ന് അടിപൊളിയാക്കി തരണം കേട്ടോ. ഓക്കെ, അതൊക്കെ ഡൺ. പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട്. മാമ, ഇത് നമ്മുടെ വക ഹൗസ് വാമിംഗ് ഗിഫ്റ്റ്. എടാ, ഇത്ര എക്സ്പെൻസീവ് ഗിഫ്റ്റ് ഒന്നും എനിക്ക് വേണ്ട. അങ്ങനെ പറയല്ലേ മാമ. മാമനൊരെണ്ണം തരുമ്പോ മാമനൊരെണ്ണം തരുമ്പോ ഇതിൽ കുറഞ്ഞ ഒന്നും വർക്കാവില്ല. അതാ. മുത്തേ, താങ്ക്സ് ബൈ ബോയ്. പതുക്കെ പതുക്കെ. അല്ലല്ല, കുഴപ്പമില്ല. അതൊക്കെ നമ്മൾ നോക്കിക്കോളാം. നിങ്ങൾ വെക്കും. അങ്ങനെ മാവനും പോയി, ക്ലോക്കും പോയി. എന്തത്? ഇന്ന് രണ്ടിലൊന്നും എനിക്ക് അറിയണം. നീ പേടിക്കണ്ട, ഞാനും ഉണ്ട്. എനിക്ക് ആരെയും പേടിയില്ല. എനിക്കുണ്ട്. ഇത് മറ്റവന് ഹാലൂസിനേഷൻ. പോലെ ഇവളത്. നിഹു, നാളെ തൊട്ട് ഒരാൾക്ക് കൂടെ അരി കിട്ടോ?
നിന്നോമൽച്ചിരിയിൽ തേനലയോ തളിരികളോ ഏതുരാവിൻ മൗനം നിന്നോ വിലറിയും